ടാക്സ് പെയ്ഡ് ലീഗൽ ഇമിഗ്രൻസ് അവരാണ് ഇതിന്റെ പുറകിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ഷബാന മഹ്മൂദ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ILRന്റെ കാര്യമാവട്ടെ എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെൻഷൻ ക്രിയേറ്റ്സ് എന്താണ് ഷോർട്ടേജ് ആണല്ലോ. ദാറ്റ് മീൻസ് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടെ പിൻവലിപ്പിക്കുക. ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷോർട്ടേജ് ഉണ്ടാകും, നമുക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ 100 കെയർ വിസ പുറത്തുനിന്ന് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടന്നെടുത്ത് ഈ പറയുന്ന പോലെ സ്പൗസിന്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ 80% ഷോർട്ടേജ് വന്നു. 80% ഷോർട്ടേജ് വന്നു. അത് കഴിഞ്ഞിട്ട് 20% വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇവിടേക്ക് വരുന്നവരുടെ തന്നെ സെറ്റിൽമെന്റിന്റെ പ്ലാൻ ഉദ്ദേശിക്കുന്നവരുടെ 10 വർഷം ചാടി നിന്നിട്ട് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ അത് കിട്ടത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. ഇല്ലീഗലായി വരുന്നവർക്ക് ഇനി സെറ്റിൽമെന്റ് ഇല്ല UK. 10 അല്ലെങ്കിൽ 20 വർഷം നിന്നാൽ സെറ്റിൽമെന്റ് ഇല്ല UK. അസൈലം സീക്കറായിട്ട് വന്നു കഴിഞ്ഞാൽ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം നിൽക്കാം, പക്ഷെ സെറ്റിൽമെന്റ് ഇല്ല. പക്ഷെ അവർക്ക് നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഗവൺമെന്റ് ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സെറ്റിൽമെന്റ് ഇല്ല എന്നുള്ള ടെൻഷനാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നതാണ്. അതായത് സെറ്റിൽമെന്റ് ഇല്ല, നമ്മൾ ഈ പിള്ളേരെ പേടിപ്പിച്ച് കഴിപ്പിക്കുന്ന പോലെ സെറ്റിൽമെന്റ് ഇല്ല, ജോലി ചെയ്ത് പൊക്കോ, ഗൾഫ് രാജ്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും ഒരു പക്ഷേ. പക്ഷേ ഈ സെറ്റിൽമെന്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, സ്പൗസിനെ കൊണ്ടുവന്നെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഒതുങ്ങിയാണ്. കുറെ പേരും കൂടെ വന്ന് എന്തായാലും പേടിക്കേണ്ടതില്ലെന്നാണ് നമ്മളൊരു കൺക്ലൂഷൻ. നോക്കാം അല്ലേ.